ഈ ചെന്നായയുടെ അമ്മ ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് അവനോട് അവന്റെ ഭാര്യനെയും കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറയും. ഇത് കേട്ടിട്ട് ഇവന്റെ ഭാര്യ ഭയങ്കര എക്സൈറ്റഡ് ആവും. പക്ഷെ ഇവനാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്. ഇവന്റെ ഭാര്യ ഗുഹയിലേക്ക് വന്നാലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാണ്. അവക്ക് ഗുഹയിൽ ഹാപ്പി ആയിട്ട് താമസിക്കാൻ പറ്റില്ല. എട്ടുകാലീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവള് പേടിക്കും. അവക്ക് ഇവര് കഴിക്കണ പോലെ കുക്ക് ചെയ്യാത്ത ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല. പാത്രം കഴുകാനും തണുത്ത തറയിൽ കിടന്നുറങ്ങാനൊന്നും പറ്റൂല എന്നൊക്കെ ആലോചിക്കാണ്. പക്ഷെ ഇവൻ ഭാര്യനെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അവന്റെ അമ്മ വിഷമിച്ച് കരയുകയും ചെയ്യും. പോവാണെങ്കിൽ തന്നെ ഇതൊക്കെ സഹിക്കാണ്ട് ഇവന്റെ വൈഫ് കഷ്ടപ്പെടുകയും ചെയ്യും. ഈ ചെന്നായ എന്ത് ചെയ്യുന്ന അറിയാണ്ടിരിക്കാണ്. അവസാനം അവന്റെ അമ്മേനെ ഓർത്തിട്ട് ഭാര്യനെയും കൊണ്ട് ഗുഹയിലേക്ക് വരും. ഇവരെ കണ്ടോടനെ തന്നെ അമ്മ ഓടി വന്നിട്ട് അവരെ വെൽക്കം ചെയ്തിട്ട് അവളെ സോഫയിൽ പിടിച്ചിരുത്തും. ഇവൾ സോഫയിൽ ഇരുന്ന ഉടനെ തന്നെ ആ സോഫ ഇവക്ക് മസാജ് ചെയ്യാണ്. ഇത് കണ്ടിട്ട് ഭാര്യ ഭയങ്കര ഹാപ്പി ആവും. ഈ സോഫ ഭയങ്കര ഹൈടെക് ആണ്. പക്ഷെ പെട്ടെന്ന് അവൾ ആ സോഫയിൽ അടുത്തിരിക്കുന്ന എട്ടുകാലിനെ കണ്ടിട്ട് പേടിച്ച് കരയും. ഉടനെ തന്നെ ഇവന്റെ അമ്മ വന്നിട്ട് ഇവളെ സമാധാനിപ്പിച്ചിട്ട് അത് സ്വീറ്റ്സ് വെക്കണ പാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് അതിൽ നിന്ന് തിന്നാൻ എടുത്തു കൊടുക്കും. ഇവളാണെങ്കിൽ അത് തിന്നുടനെ ഇവക്ക് അത് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണ നേരത്തെ ഇവക്ക് കുക്ക് ചെയ്ത ഫുഡാണ് കൊടുക്കണത്. ഇവളെന്നിട്ട് പാത്രം കഴുകാൻ പോകുമ്പോൾ അമ്മ ഇവളെ വന്ന് തടഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഡിഷ് വാഷർ ഉണ്ട്, ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പാത്രം തനിയെ കഴുകി കിട്ടുമെന്ന് പറയും. ഇത്ര ഹൈടെക് ആയിട്ടുള്ള ഗുഹ കണ്ടിട്ട് ഈ പെണ്ണിന് അത്ഭുതം തോന്നാണ്. ഇവളെന്നിട്ട് പാത്രം കഴുകാൻ ഇട്ടിട്ട് ഉറങ്ങാൻ പോവും. പക്ഷെ കിടക്കാൻ ബെഡില്ലാത്തത് കണ്ടിട്ട് ഭാര്യയും ഭർത്താവും ടെൻഷൻ ആവാണ്. അപ്പൊ തന്നെ ഇവന്റെ അച്ഛൻ വന്നിട്ട് ഒരു ബട്ടൺ ഞെക്കും. ഉടനെ ചുമരിൽ നിന്ന് ഒരു സൂപ്പർ ബെഡ് പുറത്തു വരും. ഇത് കണ്ടിട്ട് ഇവര് ഭയങ്കര ഹാപ്പി ആവും. ഇവരെന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ വേറൊരു ബട്ടൺ ഞെക്കും. ഉടനെ തന്നെ ഗുഹയുടെ റൂഫ് ഓപ്പൺ ആയിട്ട് ഇവർക്ക് ആകാശ കാഴ്ചകൾ കണ്ട് ഉറങ്ങാൻ പറ്റാണ്. ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞ് ഇവനെ എണീറ്റ് അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. ഇവന്റെ അച്ഛനോട് നന്ദി പറയാണ്. ഇത് കേട്ടോടനെ തന്നെ ഈ അച്ഛൻ ഞങ്ങൾക്ക് അറിയായിരുന്നു നീ ഒരു മനുഷ്യനെയാണ് കല്യാണം കഴിച്ചതെന്ന്. അവളൊരു നല്ല സ്ത്രീയാണ്. അവളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഗുഹ ഇത്ര ഹൈടെക് ആക്കി മാറ്റിയെന്ന് പറയും.